ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ? അപ്പം നമ്മുടെ എക്സ്ക്രീഷൻ പ്രോസസ് എന്ന് പറയുന്ന വലിയ പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള നെഫ്രോൺ ആണ് എന്നൊക്കെ നമ്മൾ കണ്ടു. കിഡ്നി സ്ട്രക്ചർ ഒക്കെ കണ്ടതാണ്. നെഫ്രോണിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ, മൂത്രം രൂപപ്പെടുന്നത് എന്ന പ്രക്രിയ നടക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ വേഗം തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് വരിക. ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യുമ്പോൾ വീഡിയോ 15 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ 15% ഓഫർ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്നും മറക്കണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് ക്ലിയർ കട്ട് ആയിട്ട് പഠിക്കണമെങ്കിൽ വേഗം തന്നെ നിഞ്ച ബാച്ചിലേക്ക് വരിക. സോ യൂറിൻ ഫോർമേഷൻ, മൂത്രം രൂപപ്പെടുന്നത് എങ്ങനെയാണ് മക്കൾ യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്, മൂത്രം രൂപപ്പെടുന്നത് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന്റെ സ്റ്റെപ്സ് ആണ്. ഇതിന്റെ ഘട്ടങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. യൂറിൻ ഫോർമേഷനിലെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കലാണ്. പ്രോപ്പറായിട്ട് രക്തം അല്ലെങ്കിൽ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റിനെ നമ്മൾ അരിച്ചു മാറ്റുന്നതിനെ അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് റീഅബ്സോർപ്ഷൻ ആണ്, പുനരാകിരണം. അതായത് ഈ പറയുന്ന ഫിൽട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡിൽ നിന്നും അധികമായിട്ട് എന്തെങ്കിലും യൂറിനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് റീഅബ്സോർബ് ചെയ്യുന്നു, പുനരാകിരണം ചെയ്യുന്നതിനെയാണ് റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ പുനരാകിരണം എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തേത് സെക്രീഷൻ അല്ലെങ്കിൽ ശ്രവണമാണ്. എന്താ ഈ സെക്രീഷൻ ശ്രവണം എന്ന് പറഞ്ഞാൽ? സെക്രീഷൻ ശ്രവണം എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബ്ലഡിൽ നിന്നും ഇനിയും എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ സെക്രീറ്റ് ചെയ്ത് പുറത്തോട്ട് കളയാണ്. വേണ്ടാത്ത സാധനങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കൽ കൂടെ പുറത്തോട്ട് കളയാൻ പറ്റുമെങ്കിൽ പുറത്തോട്ട് കളയാലോ. അതാണ് എന്ത് നമ്മൾ സെക്രീഷൻ അല്ലെങ്കിൽ ശ്രവണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. നമുക്ക് ഓർത്ത് വെക്കാൻ URS എന്ന് പഠിച്ചു വെച്ചാൽ മതി. അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. URS എന്നാണ് ഓർത്ത് വെക്കുക. അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ. മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ നോക്കുക, സുപുസ്ര അല്ലേ? സുപുസ്ര എന്ന് പഠിക്കാം നിങ്ങൾക്ക്, സുപുസ്ര. ഓക്കെ, അപ്പം ഇത് ഓർത്ത് വെച്ച് പഠിക്കുക, കോഡ് വെച്ചിട്ട് പഠിക്കുക. ഇനി അടുത്തത് എന്താണ് ഇവിടെ നടക്കുന്നത്? ആദ്യത്തെ ഘട്ടമായിട്ടുള്ള അൾട്രാ ഫിൽട്രേഷൻ, സൂക്ഷ്മ അരിക്കൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ബോമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, 2 ഭിത്തിയുള്ള ബോമാൻസ് ക്യാപ്സ്യൂൾ, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ രക്തക്കുഴലുകൾ ഗ്ലോമറുലസ് ഉള്ളത്. അപ്പൊ ഗ്ലോമറുലസിലൂടെ അഫറൻ വെസലിൽ നിന്ന് വരുന്ന ഈ രക്തമുണ്ട്. ഈ അഫറൻ വെസലിൽ നിന്നും ചെറിയ രക്തക്കുഴലുകളായി മാറുന്നു. അതായത് അഫറൻ വെസലിനും ഇഫറൻ വെസലിന്റെയും വ്യാസ വ്യത്യാസം, ഡയാമീറ്റർ ഡിഫറൻസ് കാരണം. എന്തിന്റെ ഡിഫറൻസ് കാരണമാണ്? ഡയാമീറ്റർ ഡിഫറൻസ് കാരണം. ഡയാമീറ്റർ ഡിഫറൻസ്, വ്യാപ്ത വ്യത്യാസം കാരണം. ഡയമീറ്റർ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ വ്യത്യാസം കാരണം നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡിഫറൻസ് കാരണം അവിടെ പ്രഷർ കൂടുന്നു. ആ ഒരു വ്യത്യാസം കാരണം അവിടെ പ്രഷർ കൂടുന്നു, അവിടെ മർദ്ദം കൂടുന്നു. ഈ മർദ്ദം കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വേസ്റ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. ഓക്കെ, ഫിൽട്ടർ ചെയ്യുന്നത്, അതായത് അരിക്കൽ നടക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, വണ്ണം കൂടിയ കുഴലിൽ നിന്നും ചെറിയ കുഴലിലേക്ക് പോകുമ്പോൾ അവിടെ പ്രഷർ, മർദ്ദം കൂടുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? പ്രഷർ വരുന്നു. ആ പ്രഷറിനനുസരിച്ച് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഓഫ് അഫറന്റ് വെസൽ ആൻഡ് ഡിഫറന്റ് വെസൽ ഹെൽപ്സ് ഇൻ ദിസ് പ്രോസസ്. അപ്പം അതുകൊണ്ടാണ് അവിടേക്ക് എന്ത് ചെയ്യുന്നത്? ബ്ലഡിൽ നിന്നും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവം എന്ന് പറയുന്നത് ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ആണ്. ഇതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം പുനരാകിരണം അല്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കിട്ടിയ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഇതിലൂടെ റീനൽ ട്യൂബ്യൂളിലൂടെയാണ് പോകുന്നത് അല്ലേ? ഈ റീനൽ ട്യൂബ്യൂളിലൂടെയാണ് പോകുന്നത്. റീനൽ ട്യൂബ്യൂളിലൂടെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വൃക്ക നൽകിയിലൂടെ പോകുമ്പോൾ അതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇഫറൻ വെസലിന്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. അപ്പം അവിടെ നിന്ന് ഇതിൽ നിന്ന് വേസ്റ്റിലേക്ക് എന്തെങ്കിലും നമുക്ക് വേണ്ട സാധനങ്ങൾ, അതായത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്ലോമറുലർ ഫിൽട്രേറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, അതുപോലെ തന്നെ വിറ്റാമിനുകളൊക്കെ അറിയാതെ പെട്ടുപോയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയാൽ നമുക്ക് അല്ലേ ദോഷം? അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ ഗ്ലോമറുലർ ഫിൽട്രേറ്റിൽ പെട്ടുപോയിട്ടുള്ള ഗ്ലൂക്കോസിനെ, അമിനോ ആസിഡിനെയും തിരിച്ച് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു, പുനരാകിരണം. അതാണ് രക്തത്തിൽ അധികമായി
ഗ്ലോമറൽ ഫിൽട്രേറ്റ് വൃക്ക നളികയിലൂടെ ശേഖരണ നാളിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്നും അവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പുനരാഗിരണം ചെയ്യുന്നു. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെ നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നതിനെയാണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതെവിടെയാണ് നടക്കുന്നത്? റീനൽ ട്യൂബ്യൂളിലാണ്. അതല്ലെങ്കിൽ നമ്മൾ പറയും വൃക്ക നളിക. അതേസമയം അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാണ്? ഗ്ലോമറുലസ് അല്ലെങ്കിൽ ബൗമാൻസ് ക്യാപ്സ്യൂളിലാണ്. ഓക്കെ, ഇനി സെക്രീഷൻ എന്ന് പറയുന്നത് ശ്രവണമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്ലഡിൽ ഇനിയും നല്ല സാധനങ്ങൾ തിരിച്ച് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ബ്ലഡിൽ ഇനിയും സാധനങ്ങൾ വേസ്റ്റ് ആയിട്ട് പുറന്തള്ളാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനെ പുറത്തോട്ട് കളയുന്ന പ്രോസസ്സാണ് സെക്രീഷൻ എന്ന് നമ്മൾ പറയുന്നത്. എക്സസ് കമ്പോണന്റ് റീറ്റെയിൻ ഇൻ ദ ബ്ലഡ് ആർ സെക്രേറ്റഡ് ഇൻ ടു ദ റീനൽ ട്യൂബ്യൂൾ. അതായത് രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്ക നളികയിലേക്ക് സ്രവിക്കുന്നു. ഇനിയും എന്തെങ്കിലും യൂറിയയോ അതുപോലെ തന്നെ എന്തെങ്കിലും കാൽസ്യം ഓക്സലേറ്റ്സ് ഒക്കെ പുറത്തോട്ട് കളയാറുണ്ടെങ്കിൽ അത് സെക്രീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് രക്തക്കുഴലിൽ നിന്ന് വൃക്ക നളികയിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശ്രവണം എന്ന് പറയും. അപ്പം ഈ റീനൽ ട്യൂബ്യൂളിലൂടെ ബാക്കി ഗ്ലോമറൽ ഫിൽട്രേറ്റ് പോകുമ്പോഴാണ് സെക്രീഷനും റീഅബ്സോർപ്ഷൻ അല്ലെങ്കിൽ പുനരാഗിരണവും ശ്രവണവും നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് വരുമ്പോൾ അവിടെയാണ് യൂറിനെ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്, ശേഖരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും? പെൽവിസിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. അൾട്രാ ഫിൽട്രേഷൻ സൂക്ഷ്മരിക്കൽ, പിന്നെ റീഅബ്സോർപ്ഷൻ പുനരാഗിരണം, മൂന്നാമത്തെ സെക്രീഷൻ അല്ലെങ്കിൽ ശ്രവണം. അപ്പം ഇതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്കറിയാം ഒന്നാമത്തെ ഘട്ടം അൾട്രാ ഫിൽട്രേഷൻ, രണ്ടാമത്തേത് മൂന്നാമത്തേത് റീഅബ്സോർപ്ഷൻ സെക്രീഷൻ, സൂക്ഷ്മ അരിക്കലും പുനരാഗിരണവും ശ്രവണവും. അപ്പൊ ആദ്യം അയോട്ട, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ബോഡി പാർട്സിലേക്ക് പോകുന്നത്, ബ്ലഡ് എങ്ങനെ പോകുന്നത്? അയോട്ട അല്ലെങ്കിൽ മഹാധമനി വഴിയാണ്. അപ്പോൾ അതിലൂടെ പോകുന്ന അയോട്ട മഹാധമനി, ഈ പറയുന്ന അയോട്ടയിലൂടെയും മഹാധമനിയിലൂടെയും വരുന്ന ബ്ലഡ് നമ്മുടെ കിഡ്നിയിലെത്തുന്നു. കിഡ്നിയിൽ നിന്ന് റീനൽ ആർട്ടറി വൃക്ക ധമനിയിലൂടെ അത് നേരെ ഗ്ലോമറുലസിലെത്തുന്നു. അഫറൻ വെസലിലൂടെ ഗ്ലോമറുലസിലെത്തുന്നു. അവിടെയാണ് നമ്മുടെ അൾട്രാ ഫിൽട്രേഷൻ, നമ്മുടെ സൂക്ഷ്മ അരിക്കൽ നടന്ന് ഗ്ലോമറുലാൽ ഫിൽട്രേറ്റ് രൂപപ്പെടുന്നത്. അത് പിന്നെ നേരെ റീനൽ ട്യൂബ്യൂളിലേക്ക് പോകുന്നു. റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്ക നളികയിൽ വെച്ച് പുനരാഗിരണവും ശ്രവണവും നടന്ന് കളക്ടിംഗ് ഡക്റ്റ് ശേഖരിക്കുന്നു. ആ യൂറിൻ പിന്നെ പെൽവിസ് വഴി മൂത്രവാഹി അല്ലെങ്കിൽ യൂറട്ടർ വഴി യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. യൂറിൻ പാസ് ചെയ്യാനാകുമ്പോൾ അത് പുറത്തോട്ട് കളയുന്നു. ഈ രീതിയിലാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ഓർത്ത് വെക്കണം. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ഫ്ലോ എങ്ങനെയാണ്, യൂറിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ള ഫ്ലോ ചാർട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി മറ്റൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോമറുലൽ ഫിൽട്രേറ്റ് ആൻഡ് യൂറിൻ. എന്താണ് ഗ്ലോമറുലൽ ഫിൽട്രേറ്റും മൂത്രവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. നമ്മുടെ അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മ അരിക്കൽ നടന്നു കഴിഞ്ഞാൽ കുറേ ഗ്ലോമറുലൽ ഫിൽട്രേറ്റ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ബാക്കിയുള്ള സാധനത്തെ റീഅബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴാണ് വളരെ കുറച്ച് ലിറ്ററിലേക്കായിട്ട് ഇത് ചുരുങ്ങുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാം, ഗ്ലോമറുലൽ ഫിൽട്രേറ്റിൽ ജലം, വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അയൺ, വിറ്റാമിൻ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഒക്കെ ഉണ്ട്. യൂറിനിലോ വാട്ടർ 96% ഉണ്ട്. യൂറിയ, ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ് ഉണ്ട്. പക്ഷേ ഗ്ലൂക്കോസും അമിനോ ആസിഡും ഇപ്പുറത്തേക്കില്ല. അതാണ് അവിടെ റീഅബ്സോർബ് ചെയ്യപ്പെട്ടത്. അപ്പോൾ പുനരാഗിരണം നടന്നു കഴിയുമ്പം ഗ്ലൂക്കോസും അമിനോ ആസിഡും എവിടെയില്ല? മൂത്രത്തിൽ ഉണ്ടാവില്ല. അതിനാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ക്ലിയർ ആയോ? ഇവർ തമ്മിലുള്ള വ്യത്യാസം ഈ ടേബിളായിട്ട് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ പാർട്ട് സി? വാട്ട് ഫ്ലൂയിഡ് ഈസ് ഫോം? സിയിൽ ഇവിടെ നടക്കുന്നത് ഏത് പ്രക്രിയയാണ്? യൂറിൻ ഫോർമേഷനിലെ ഏത് പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ചോദ്യം. ആൻഡ് എ എന്താണ്, ബി എന്താണെന്നും ചോദിക്കുന്നുണ്ട്. എ ബി രക്തക്കുഴലുടെ വ്യാസ വ്യത്യാസം ഈ പ്രക്രിയ എങ്ങനെ സഹായിക്കുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവർ തമ്മിലുള്ള ഡയമീറ്റർ വ്യത്യാസം എന്ത് സംഭവിക്കുന്നു? അവിടെ പ്രഷർ കൂട്ടുന്നു. ആ പ്രഷർ മർദ്ദം കൂടുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? അരിക്കൽ നടക്കുന്നത്. പിന്നെ എ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അഫറൻറ്റ് വെസലാണ്. അഫറൻറ്റ് വെസൽ. ബി എന്ന് പറയുന്നതോ ഇഫറൻറ്റ് വെസലാണ്. ഇഫറൻറ്റ് വെസലാണ്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന ഗ്ലോമറുലസിൽ നടക്കുന്ന ഘട്ടം, ഗ്ലോമറുലസിൽ നടക്കുന്ന
ഘട്ടം ഏതാണ്? വാട്ട് ഈസ് എ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ പാർട്ട് സി ആൻഡ് വാട്ട് ഫ്ലൂയിഡ് ഈസ് ഫോംഡ്? അപ്പൊ ഗ്ലോമറുലസിൽ നടക്കുന്ന ഘട്ടം ഏതാണെന്ന് നിങ്ങൾ എഴുതുക. അവിടെ ഫോം ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണെന്നും കൂടെ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് യൂറിൻ ഫോർമേഷൻ, മൂത്രം എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത്. ഇത് ക്ലിയർ കട്ട് ആയിട്ട് പഠിക്കണമെങ്കിൽ നേരെ നിഞ്ച ബാച്ചിലേക്ക് വരിക. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഏത് ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. സീ യു സൂൺ. ബൈ.